സിംഗർ സീസൺ 6 പാട്ട് പാടാനെത്തുന്നു. നന്ദന കുട്ടിയാണ് എത്തുന്നത് കണ്ണൂരിൽ നിന്നും. നമ്മുടെ ക്യാപ്റ്റന്റെ നാട്ടിൽ നിന്ന് എത്താൻ പോവാണ്. സോ ലെറ്റ്സ് വെൽക്കം നന്ദന കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് നന്ദന. ഹായ് നന്ദനന്ദനം. നന്ദനന്ദന. നന്ദനയുടെ വീട് എവിടെ? കണ്ണൂര്. സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞോ എല്ലാരടുത്തും? എല്ലാരോടും പറഞ്ഞു. എല്ലാരും ഭയങ്കര ഹാപ്പിയായി. ആരാ ഏറ്റവും ഹാപ്പി ആയത്? അമ്മ, അച്ഛൻ, ആന്റി. എന്ത് തോന്നി? ഹായ്, നമസ്കാരം. എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാരോടും പറഞ്ഞു. ഭയങ്കര വിഷമായിരുന്നു. ഇപ്രാവശ്യം വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പം ഓണമെല്ലാം അങ്ങനെ അങ്ങ് പോയി, സങ്കടത്തോടെ അങ്ങ് പോയി. ഓണം സങ്കടത്തോടെ പോയി. പക്ഷെ ഇപ്പൊ ഭയങ്കര സന്തോഷം. വെരി ഹാപ്പി. അത് മതി. ഇവിടെ ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വന്നു. അപ്പൊ അതില് ഒരു കുഞ്ഞിന്റെ കാര്യം പറയുന്നുണ്ട്. അയാളെ എടുക്കാത്തത് ഒട്ടും ശരിയായില്ല, നിങ്ങളത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് പറയണേ. പക്ഷെ ആക്ച്വലി നമ്മളിപ്പോ സെലക്ട് ചെയ്തതില് നമ്മുടെ ആ കുഞ്ഞുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ആയിരുന്നു. എന്താച്ചാ എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ സത്യസന്ധമായിട്ടാണ് ഇവിടെ ഇരിക്കണേ. ടാലന്റ് മാത്രമാണ് കൺസിഡറേഷൻ. അങ്ങനെയാണ് ഓരോ കുഞ്ഞിനെയും ഇതിൽ എടുത്തിരിക്കുന്നത്. ആയിരങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരു 65 എത്തിയത്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു അബൌട്ട് 28 ഓഡ് അത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ കുഞ്ഞിനെയും പ്രത്യേകമായി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് നന്ദനയും ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, സോ യു ക്യാൻ ബി പ്രൗഡ്. ഫസ്റ്റ് സോങ് ആണ്. ഏത് റൗണ്ടിലാ പാടാൻ പോണേ? എവർഗ്രീൻ ഹിറ്റ്സ്. എവർഗ്രീൻ ഹിറ്റ്സ്. റെഡി അല്ലേ? പാട്ട് ഏതാണ്? പൊന്നാരിയൻ പാടം. ബാക്കി ഡീറ്റെയിൽസ്. മൂവി രക്തസാക്ഷികൾ സിന്ദാബാദ്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ. മ്യൂസിക് MG രാധാകൃഷ്ണൻ സർ. സിംഗർ KS ചിത്രാമ്മ. വർഷം 1980. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. ശരി, അപ്പൊ നന്ദന കുട്ടി ധൈര്യമായിട്ട് പാടിക്കോ. താങ്ക് യു. ഒന്നും പേടിക്കല്ലേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പൊന്നാരിൻ പാടം
താങ്ക് യു. നന്ദനയ്ക്ക് ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് 100 മൈനസ് 6 ആ. ഈക്വൽസ് 94 on 100. താങ്ക് യു. അപ്പം നന്ദനക്കുട്ടി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇന്ന് എടുത്തു വെച്ചിട്ടേ ഉള്ളൂ. യെസ്. പക്ഷെ 94 പോരാ, അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഓക്കെയാണ്, മകൾ പറഞ്ഞല്ലേ ഇവിടുന്ന് വെറുതെ വിട്ടു. പക്ഷെ അടുത്ത സ്റ്റെപ്പ് ആകുമ്പോ നമ്മൾ കുറച്ചുകൂടെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? ആ, okay. അപ്പൊ അതൊക്കെ കേട്ട് ഗുഡ് ഗേൾ ആയിട്ട് പഠിച്ചിട്ട് വരാം. Okay. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. ബൈ. Yes. നമുക്കിനി കുറച്ച്